Hello everyone, it's me Faiz from AIMS Nagpur. I'm your physics faculty. So, welcome to our new chapter number 12, kinetic theory of gases. Kinetic theory of gases. Okay. So, in kinetic theory, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട്? See, like every chapter one introduction, then molecular nature of matter, behavior of gases, kinetic theory of an ideal gas, kinetic theory of an ideal gas, law of equipartition of energy, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മീൻ ഫ്രീ പാത്ത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. സോ ആക്ച്വലി ഞാൻ കൈനറ്റിക് തിയറി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ കൈനറ്റിക് തിയറി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്, കൈനറ്റിക് തിയറി ഓഫ് gases. So the first point is the number of particles in the gas is very large. Actually, number of particles in the gas is very large. It means in order of Avogadro's number. That means in order of 10 raised to 23. Like see, the number of particles in the gas is very large, very large. Okay, so the first point is clear. Randamatha point, the volume V containing the gas is much larger than the total volume actually occupied by the gas particles themselves. That means see, ഇതാണ് നോക്കിക്കോ, ഇതാണ് നമ്മളെ കണ്ടെയ്നർ. കണ്ടെയ്നറിൽ എന്തുണ്ട്? സി സപ്പോസ് ഇതാണ് നമ്മൾ കണ്ടെയ്നർ. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടെയ്നർ. ഓക്കെ, ഇതാണ് എന്ത്? ഗ്യാസ് പാർട്ടിക്കിൾസ് 1 2 3 4 5. സി അവഗാഡ്രോസ് നമ്പർ കുറെ ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? സി ദ വോളിയം വി കണ്ടെയ്നിങ് ദ ഗ്യാസ്, ഈ കണ്ടെയ്നറിന്റെ വോളിയം ഈസ് മച്ച് ലാർജർ അല്ലേ? ഓഫ് കോഴ്സ് കണ്ടെയ്നറിന്റെ വോളിയം ഈസ് മച്ച് ലാർജർ ആണ് ആസ് കമ്പയർഡ് ടു യെസ് ടോട്ടൽ വോളിയം ആക്ച്വലി ഓക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് പാർട്ടിക്കിൾസ് themselves. സി ഗ്യാസ് പാർട്ടിക്കിൾസ് കാണുന്നില്ലേ? അവരുടെ വോളിയത്തിനേക്കാൾ ലാർജർ ആയിരിക്കും എന്തിന്റെ വോളിയം? വോളിയം വി കണ്ടെയ്നിങ് ദ ഗ്യാസ്. ഓക്കെ, ഈസി. സെക്കൻഡ് പോയിന്റ് കഴിഞ്ഞു. തേർഡ് പോയിന്റ് എന്താണെന്ന് അറിയാവോ? ഡൈനാമിക്സ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇസ് ഗവേൺഡ് ബൈ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ദാറ്റ് മീൻസ് ലൈക്ക് സ്ട്രൈറ്റ് ലൈനിലാണ് എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. സോ നമുക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ അപ്ലിക്കബിൾ ആണ്. Okay, correct. നാലാമത്തെ പോയിന്റ്, the particles are equally likely to be moving in any direction. See, there is no restriction. Suppose this is the container and see, ഞാൻ ഒരു പാർട്ടിക്കിൾ എടുക്കാണ്. പാർട്ടിക്കിളിൽ വേണമെങ്കിൽ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വേണമെങ്കിൽ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വേണമെങ്കിൽ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഈ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. See, particles are equally likely to be moving in any direction. Fifth point is the gas particles interact with each other and with the walls of the container only via elastic collision. Only see ഇപ്പൊ ഇതാണ് രണ്ട് ഗ്യാസ് പാർട്ടിക്കിൾ അല്ലെ? ഇപ്പൊ തമ്മിൽ എന്ത് ചെയ്യാം? കൊളൈഡ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ ഈ ഗ്യാസ് പാർട്ടിക്കിൾ പോയിട്ട് വാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. ബട്ട് ഓൾ ഇന്ററാക്ഷൻസ് ആർ ഇലാസ്റ്റിക്. ഓക്കെ, and the last point is the particles of the gas are identical and indistinguishable. The particles of the gas are identical and indistinguishable. Correct അല്ലേ? യെസ്. സോ 6 പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു? കവർ ചെയ്തു. ഓക്കെ, സോ എൻസിആർടിൽ ഇത് എവിടെയാ കൊടുത്തിരിക്കുന്നത് കാണാം. സി എൻസിആർടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് സി കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, സി ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണും അല്ലെ? അതാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. ടിപ്പിക്കലി ഓഫ് ദ ഓർഡർ ഓഫ് അവഗാഡ്രോസ് നമ്പർ. രണ്ടാം നമ്മൾ പറഞ്ഞു ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഫോളോ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദർ. ആൻഡ് ഇന്ററാക്ഷൻസ് ആർ സി ഓൾ കൊളീഷൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് among themselves or between molecules and the walls are elastic. Okay, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. See, the collisions are considered to be elastic. Okay. So next let's move to behavior of gases. Okay, behavior of gases. Okay, let's start behavior of gases. Okay, see, ഒന്നാമത്തത് നോക്കിക്കോ. We have an equation. എന്താണ് equation? PV is equal to KT. Where P is the pressure, V is the volume. Capital K is some constant and T is temperature. Correct അല്ലേ? Actually capital K എന്തല്ലോ? C. So our equation is PV is equal to capital K into temperature T. This capital K is actually depend upon, നോക്കിക്കോ,
K is a constant for the given sample but varies with the volume of the gas. So actually K is equal to N into small k, where small k is known as Boltzmann constant. ഞാൻ പറയാം ഈ N എന്താണ് ആക്ച്വലി number of molecules. So ഈ capital K is actually എന്താണ് number of molecules, that is N into KB. ഈ KBക്ക് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് Boltzmann constant. Boltzmann constant. Okay. Where N is number of molecules. Total number of molecules. Correct അല്ലേ? Yes. So PV is equal to, എനിക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ഇങ്ങനെ എഴുതിക്കൂടെ? PV is equal to N KB T. രണ്ട് സിസ്റ്റം എടുക്കാണ്, സിസ്റ്റം 1 സിസ്റ്റം 2. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം P1 V1 is equal to N1 KB T1. രണ്ടാമത്തെ സിസ്റ്റം P2 V2 equal to N2 KB T2. ഈ ഒന്നാമത്തെ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ എനിക്ക് KB is equal to എന്താന്ന് എഴുതാം? KB is equal to P1 V1 divided by N1 T1. രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ KB will be equal to P2 V2 divided by N2 T2. കറക്റ്റ് അല്ലേ? സോ KB ഈക്വൽ, സോ എനിക്ക് എന്ത് ഒരു ഫൈനൽ ഇന്റർഫറൻസ് എന്ത് എഴുതാം? P1 V1 by N1 T1 equal to P2 V2 divided by N2 T2. ഈസി. അത് തന്നെയാണ് NCERT-യിൽ എഴുതിയിരിക്കുന്നത്. P1 V1 by N1 T1 is equal to P2 V2 by N2 T2. That is a constant, that is KB. KB is known as Boltzmann constant. അതായത് നമുക്ക് ഇതിൽ ഒരു ഇന്റർഫറൻസ് കൂടി വരും. സപ്പോസ് പ്രഷർ സെയിം, വോളിയം സെയിം, ടെമ്പറേച്ചർ സെയിം. അങ്ങനെയാണെങ്കിൽ എന്നും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം ഫോർ ഓൾ ഗ്യാസസ്. ദിസ് ഈസ് അവഗാഡ്രോസ് ഹൈപ്പോതെസിസ്. That is, the number of molecules per unit volume is the same for all gases at a fixed temperature and pressure. Okay, so this actually N is number of molecules per unit volume. Number of molecules per unit volume. Okay, ഒരു ഫിക്സഡ് പ്രഷർ, ഫിക്സഡ് ടെമ്പറേച്ചർ, ഫിക്സഡ് വോളിയം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫിക്സഡ് പ്രഷർ, ഫിക്സഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എല്ലാ ഗ്യാസിനും സെയിം ആയിരിക്കും. ഓക്കെ, and see, okay, the number in 22.4 liters of any gas is അറിയാലോ 6.02 × 10⁻23 അല്ലെ? അതായത് 22.4 ലിറ്റർ ആണ് വോളിയം എങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ നമ്പർ അവഗാഡ്രോസ് നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് 6.02 × 10⁻23 number of molecule, and this is known as Avogadro's number. And it is denoted by Na. The mass of 22.4 liters of any gas is equal to its molecular weight in grams, that is at STP. അതെല്ലാം കെമിസ്ട്രിയിൽ പഠിച്ച കാര്യങ്ങളാണ്. And we have a perfect gas equation. PV is equal to mu RT, where mu is the number of moles and R is Na into Kb is a universal constant. Temperature T is absolute temperature. Choosing Kelvin scale for absolute temperature, R is 8.314 joule mole inverse Kelvin inverse. So എന്താണ് perfect gas equation? See, let's discuss perfect gas equation. Perfect gas equation. And perfect gas equation, that is simple. PV is equal to mu RT, where P is pressure, V is volume, T is temperature. Everybody knows. നമുക്ക് അറിയാത്ത കാര്യം എന്താണ്? mu എന്താണ്? Mu is actually number of moles. Mu is actually എന്താണ്? Number of moles. ഈ ക്യാപിറ്റൽ R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അത് ആക്ച്വലി അവഗാഡ്രോസ് നമ്പറിന്റെയും ബോൾസ്മാൻ കോൺസ്റ്റന്റിന്റെയും പ്രൊഡക്റ്റ് ആണ്. Na into Kb ആണ് R. So that is very important. R is equal to Na into Kb is a universal constant. Okay, R ന്റെ കോൺസ്റ്റന്റ് ആണ്. സോ R ന്റെ വാല്യൂ വരുന്നത് 8.314 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. So ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. PV is equal to mu RT, where mu is number of moles, R equal to Na into Kb, R is 8.314 joule mole inverse Kelvin inverse.
അല്ലേ? ഇനി നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോൾസ് കാണാൻ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചാണ്, ഒരുപാട് തവണ പഠിച്ചതാണ്. സ്റ്റിൽ നമ്പർ ഓഫ് മോൾസ് കാണാൻ നമ്മൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലർ മാസ് അല്ലെ? ഇതാണ് എന്ത് ഗിവൺ മാസ്. ഇതായിരിക്കും നമ്മൾ ഗിവൺ മാസ്. ഇതാണ് എന്ത് മോളിക്യുലർ മാസ് അല്ലെ? നമ്പർ ഓഫ് മോൾസ് നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലർ മാസ്. അല്ലെങ്കിൽ നമുക്ക് വേറെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഗിവൺ ആണെങ്കിലോ n by Na, where n is given number, like given number of particles, correct? Where n is given number of particles, where n is given number of particles and Na is Avogadro's number. കറക്റ്റ് അല്ലേ? സോ മ്യൂ കാണാനുള്ള ഇക്വേഷനും അറിയാം. ഓക്കെ, അത് തന്നെയാണ് എൻസൈറ്റിലൂടെ പറഞ്ഞു പോയിരിക്കുന്നത്. m is the mass, like the mass, given mass, m0 is the molar mass and n is the given molecule, Na is the Avogadro's number. കറക്റ്റ് അല്ലേ? യെസ്. സോ സി നമ്മളൊരു ഗ്രാഫ് വരക്കാണ്. ഗ്രാഫ് ബിറ്റ്വീൻ PV by mu T and P. Actually, what is PV by mu T? So, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഗ്രാഫ് വരക്കണം. സി ഗ്രാഫ് വരക്കുന്നത് y ആക്സിസിൽ ഞാൻ എടുത്തു എന്ത് PV by mu T. X ആക്സിസിലോ P. Actually എന്താണ് ഈ PV by mu T? Yes, actually we know that PV is equal to mu RT. So PV by mu T is R. That means R is a constant. So പ്രഷർ മാറിയാലും R മാറാൻ പാടില്ലല്ലോ. So see, അപ്പോൾ നമ്മൾ ഐഡിയലി പറയുകയാണെങ്കിൽ ഗ്രാഫ് ഷുഡ് ബി എ സ്ട്രൈറ്റ് ലൈൻ. കറക്റ്റ് അല്ലേ? കാരണം PV by mu T is a constant. ഐഡിയലി പറയുകയാണെങ്കിൽ കണ്ട ഐഡിയൽ ഗ്യാസ് എന്താണ്? കണ്ട ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ഇവിടെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്തിനാണ്? ക്യാപിറ്റൽ N മീൻസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓൺലി. സ്മോൾ N വരുമ്പോഴാണ് എന്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം വരുന്നത്. ഓക്കെ, അത് നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, ഈ കണ്ടീഷൻ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ T1, T2, T3 മൂന്ന് ടെമ്പറേച്ചറിൽ റിയൽ ഗ്യാസിൽ ഞാൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? റിയൽ ഗ്യാസസ് അപ്രോച്ച് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. കണ്ടോ? T1 അല്ലേ? ഇവിടെ നോക്ക്, സിമ്പിൾ ആണ്. ഇവിടെ നോക്ക്, സി കണ്ട T1 ആണ് കൂടുതൽ, T2 ആണ് T1 ആണ് T2 കൂടുതൽ, T2 ആണ് T3 കൂടുതൽ. T3 ആകുമ്പോൾ കണ്ട ഗ്രാഫ് ഇങ്ങനെ അത്രയും ഡീവിയേഷൻ ഐഡിയൽ ഗ്യാസ് ആണ്. T2 ആകുമ്പോൾ ഇത്ര ഡീവിയേഷനേ ഉള്ളൂ. T2 ആകുമ്പോൾ ഇത്ര ഡീവിയേഷൻ, അതായത് ക്ലോസ് ആണ്. ദാറ്റ് മീൻസ് എന്താണ് പറയുന്നത്? റിയൽ ഗ്യാസസ് അപ്രോച്ച് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. നമുക്ക് ഒരു ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ? അതായത് റിയൽ ഗ്യാസ് അപ്രോച്ചസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. Real gas approaches ideal gas behavior at low pressure and high temperature. Okay, yes. And നമ്മൾ പറഞ്ഞു ബോൾസ്മാൻ കോൺസ്റ്റന്റ് പറ്റി ഒരുപാട് പഠിച്ചു. ആൻഡ് ബോൾസ്മാൻ കോൺസ്റ്റന്റ് വാല്യൂ വരുന്നത് 1.38 into 10⁻⁻23 joule per Kelvin. So Boltzmann constant Kb is equal to 1.38 into 10⁻⁻23 joule Kelvin inverse. 1.38 into 10⁻⁻23 joule Kelvin inverse. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കി അല്ലെ? ഇനി നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എന്ത്? ഫസ്റ്റ് ബോയിൽസ് ലോ അറിയാലോ. ബോയിൽസ് ലോ, വാട്ട് ഈസ് ബോയിൽസ് ലോ? PV is equal to constant, that is Boyle's law. Okay, and what is Charles' law? Charles' law is V proportional to T, that is Charles' law. ഗ്രാഫ് ഒക്കെ നമ്മൾ ഒരുപാട് വരച്ചതാണ്, സോ ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ഓക്കെ, എൻസൈറ്റി കണ്ട എക്സസൈസിന്റെ സൊല്യൂഷൻ എൻസൈറ്റിൽ ഗിവൺ ആണ്, സോ അത് നോക്കുക. ആൻഡ് യു ഹാവ് കൈനറ്റിക് തിയറി ഓഫ് an ഐഡിയൽ ഗ്യാസ്, സോ അത് നമ്മൾ കണ്ടു. Pressure of an ideal gas, and we have to kinetic interpretation of temperature. Then we will have to move on to a law of equipartition of energy.
സോ അതിനു മുമ്പ് നമുക്ക് എന്ത് പഠിക്കാം? സി റൂട്ട് മീൻസ് സ്ക്വയർ വെലോസിറ്റി. ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ റൂട്ട് മീൻസ് സ്ക്വയർ വെലോസിറ്റിനെ പറ്റി പഠിക്കാം. ഓക്കെ, യെസ്. സോ എന്തിനെ പറ്റിയാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്? ബേസിക്കലി VRMS. Root means square velocity. What is VRMS? Root mean square velocity. എന്തിനാണ് ഈ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആ ഒരു അപ്രോച്ചിലേക്ക് പോകുന്നത് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ, ഇതാണ് നമ്മൾ കണ്ടെയ്നർ. ദിസ് ഈസ് അവർ കണ്ടെയ്നർ. ഇതിൽ ഇഷ്ടം പോലെ മോളിക്യൂൾസ് ഉണ്ട്, ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഞാൻ 2 ഗ്യാസ് മോളിക്യൂൾ എടുക്കാണ്. ഇവിടെ ഒരു ഗ്യാസ് മോളിക്യൂൾ, ഇവിടെ ഒരു ഗ്യാസ് മോളിക്യൂൾ. ഓക്കെ, ഈ ഗ്യാസ് മോളിക്യൂൾ ഇങ്ങോട്ടേക്ക് വരികയാണ്, ഈ ഗ്യാസ് മോളിക്യൂൾ ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഈ ഗ്യാസ് മോളിക്യൂളിന്റെ സപ്പോസ് ഞാനൊരു റാൻഡം കൊടുക്കുകയാണ്, ഒരു 3 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഗ്യാസ് മോളിക്യൂളും 3 മീറ്റർ പെർ സെക്കൻഡിലാണ് വരുന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ ആവറേജ് വെലോസിറ്റി എടുത്തെന്ന് വിചാരിച്ചു. സപ്പോസ് ഞാൻ ഇവരുടെ ആവറേജ് വെലോസിറ്റി എടുത്തെന്ന് വിചാരിച്ചു. ആവറേജ് വെലോസിറ്റി എടുത്താൽ എനിക്ക് എന്താ വരിക? ഒന്ന് 3 ആണ്. 3 + -3, കാരണം ഒരു ഡയറക്ഷൻ പോസിറ്റീവ് എടുത്താൽ മറ്റേ ഡയറക്ഷൻ നെഗറ്റീവ് ആവും അല്ലേ? ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ആക്ച്വലി 0. ആവറേജ് വെലോസിറ്റി എന്തായി മാറി? 0 ആയി മാറി. സോ ഈ അപ്രോച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ഈ അപ്രോച്ച് ഈ ഡയറക്ഷന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒരു അപ്രോച്ചിലേക്ക് മാറ്റാം. അപ്രോച്ചാണ് റൂട്ട്. ആദ്യം സ്ക്വയർ ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക വെലോസിറ്റിനെ. അതിന്റെ മീൻ എടുക്കുക, എന്നിട്ട് റൂട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് 3 ഉണ്ട് അല്ലെ? 3 സ്ക്വയർ ചെയ്യുക, ദാറ്റ് ഈസ് 9. -3 ഉണ്ടല്ലോ, അതിനെയും സ്ക്വയർ ചെയ്യുക, ദാറ്റ് ഈസ് 9. അതിന് മീൻ കാണുക. സോ മീൻ കാണുക മീൻസ് 9 + 9/2, ദാറ്റ് ഈസ് ആക്ച്വലി 9. മീൻ കണ്ടു. ഇതിന്റെ റൂട്ട് കാണാം, റൂട്ട് 9, ദാറ്റ് ഈസ് 3. സോ 3 ആണ് എന്ത് വരുന്നത്? VRMS വരുന്നത്. സോ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. ഇതിന്റെ അപ്രോച്ച് ആപ്ലിക്കേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, സോ നമ്മൾ ഈ ഐഡിയൽ ഗ്യാസിന്റെ VRMS ഡിറൈവ് ചെയ്ത് കണ്ടപ്പോ നമുക്ക് ഇക്വേഷൻ കിട്ടി. എന്താണ് ഇക്വേഷൻ? സോ ഇക്വേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. സോ പ്ലീസ് ബൈ ഹാർട്ട്. VRMS is equal to root of 3 into pressure divided by density. Root of 3p/ρ. And we have another equation. VRMS is equal to root of 3RT divided by m. Okay, easy അല്ലേ? root of 3RT divided by m അല്ലെങ്കിൽ root of 3p/ρ. ഓക്കെ, സോ ഈ എല്ലാ ഇക്വേഷൻസും ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർ കൺവേർട്ടബിൾ ആണ്. സപ്പോസ് ഞാൻ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ root of 3p/ρ. അതിന് ഈ ഇക്വേഷനിലേക്ക് എങ്ങനെ പോകാൻ ഞാൻ കാണിച്ചു തരാം. root of 3RT/mലേക്ക് എങ്ങനെ പോകാൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബേസിക് ഇക്വേഷൻ എന്താണ്? PV = μRT അല്ലെ? PV = μRT അല്ലേ? സോ എനിക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ഡെൻസിറ്റി ടേംസിലേക്ക് മാറ്റണം. സോ P × V × ഈ മ്യൂവിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലർ മാസ്, കറക്റ്റ് അല്ലേ? ഇൻറ്റു R × T അല്ലേ? സോ ഞാൻ ഇതിനെ എന്തെടുക്കാണ്? P ഇവിടെ വെച്ചു, എന്നിട്ട് മോളാർ മാസിനെ ഇങ്ങ് എടുത്തു, മോളിക്യുലർ മാസിനെ ഇങ്ങ് എടുത്തു. PM is equal to മാസ് ബൈ വോളിയം ഇൻറ്റു RT. ആക്ച്വലി മാസ് ബൈ വോളിയം എന്താണ്? ഡെൻസിറ്റി. സോ PM = ρRT അല്ലെ? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ അല്ലെ? PM = ρRT. ഇനി ആക്ച്വലി P/ρ എന്താണ്? P/ρ is actually RT/m. കണ്ട ഇവിടെ P/ρ കണ്ട, ഇവിടെ P/ρനാണ് എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? RT/m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ ബേസിക്കലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കൺവേർട്ടബിൾ ആണ് ദിസ് ഇക്വേഷൻസ്. സോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കുക. സോ VRMS is equal to root of 3p/ρ അല്ലെങ്കിൽ VRMS is equal to root of 3RT/m. ഇനി ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ ടേംസിലേക്ക് ഇക്വേഷൻ മാറ്റുകയാണെങ്കിലോ നമുക്കറിയാം R is equal to അല്ലെ? R is equal to NA × KB. R is equal to NA × KB. സോ again നമുക്ക് ഇക്വേഷൻസ് എങ്ങനെ മാറ്റാൻ നോക്കിക്കോ. ഒരു ഇക്വേഷൻ കൂടി നമ്മൾ നോക്കാനുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി നോക്കിക്കോ. സോ വി നോ ദാറ്റ് PV = അല്ല, നമ്മൾ ഡെൻസിറ്റി ടേംസിലെ ഇക്വേഷൻ അതിലേക്ക് വരാണ്. ദാറ്റ് ഈസ് PM = ρRT. കറക്റ്റ് അല്ലേ?
or P by rho equal to RT by M. And M substitute ചെയ്യാണ് NAKBT by M. Okay. Okay. So എനിക്ക് ഇരിക്കും ഇങ്ങനെ എഴുതിക്കൂടെ എന്ത് KBT divided by molar mass, molecular mass by N. Actually, molecular mass by N എന്താണ് actually? Yes, small m. Given mass convert ചെയ്തൂടെ. So this is equal to KBT divided by M. So നമ്മുടെ മൂന്നാമത്തെ equation എന്ന് പറയുന്നത്, our third equation is for VRMS. VRMS is equal to root of 3KT, that is Boltzmann constant, divided by M. Okay. So root of 3RT by M, root of 3P by rho, or root of 3KT by small m. Okay. ഇത്രയും കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ. സോ നമ്മൾ RMS സ്പീഡ് പറഞ്ഞാല് നമുക്ക് വേറെ രണ്ട് സ്പീഡ്സ് കൂടി നോക്കാനുണ്ട്. ഏതൊക്കെയാണ് രണ്ട് സ്പീഡ്സ്? ആവറേജ് സ്പീഡും. ഓക്കെ, അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നോക്കാം. ഈ ചാപ്റ്ററിൽ ഇതിന്റെ ആവശ്യമുള്ളൂ. സോ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഓക്കെ, RMS സ്പീഡ് കിട്ടി, റൂട്ട് ഓഫ് 3P by rho or root of 3RT by M. Okay. So next, let's see pressure of an ideal gas. എങ്ങനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസിന് ഒരു പ്രഷറിലേക്ക് എത്തുന്നത്? ഡെറിവേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ ഓക്കെ, സപ്പോസ് സി ഒരു മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഹിറ്റ് ചെയ്യുന്നു അല്ലേ, തിരിച്ചു പോകുന്നു. സോ ലൈക്ക് total momentum transferred to the wall by these molecules in time delta t. Total momentum transferred എന്തായിരിക്കും? നമുക്ക് ആദ്യം മുതലേ വായിക്കേണ്ടി വരും, അല്ലാണ്ട് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, സി ചേഞ്ച് ഇൻ മൊമെന്റ് എന്തായിരിക്കും? സി സപ്പോസ് എക്സ് ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ -mvx, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ +mvx. സോ എന്തായിരിക്കും വരിക? ഇത് കണ്ട എക്സ് ഡയറക്ഷൻ കണ്ട ഇങ്ങോട്ടേക്ക്. So -2mvx by the principle of conservation of momentum. So momentum imparted to the wall in the collision is 2mvx. See, simple ആണ്. സപ്പോസ് സി നോക്കിക്കോ, ഇതാണ് വാള്, കറക്റ്റ്, ഇതാണ് വാള്. ഇത് പാർട്ടിക്കിൾ എന്ത് ചെയ്തു? പാർട്ടിക്കിൾ ഇങ്ങനെ ഹിറ്റ് ചെയ്തു, അതേ ഡയറക്ഷൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു പാർട്ടിക്കിൾ. സോ സപ്പോസ് ഞാൻ ഈ ഡയറക്ഷൻ ഞാൻ നെഗറ്റീവ് എടുക്കാണ്. ഓക്കെ, ആ ഡയറക്ഷൻ നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള മൊമെന്റം -mvx അല്ലെ, ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള മൊമെന്റം +mvx. ചേഞ്ച് ഇൻ മൊമെന്റം വിൽ ബി ഹൗ മച്ച്? 2mvx. കറക്റ്റ് അല്ലേ? That's all. That is the momentum imparted to the wall in the collision. Okay. To calculate the force, so calculate force, that is pressure on the wall. Actually, pressure actually is force by area. We need to calculate momentum imparted to the wall per unit time. In a small time interval delta t, a molecule with x component of velocity, that is Vx, will hit the wall if it is within the distance Vx delta t from the wall. Correct അല്ലേ പറഞ്ഞത്? ഡിസ്റ്റൻസ് എന്തായിരിക്കണം? Vx into delta t. That is, all molecules within the volume AVx delta t only can hit the wall in time delta t. Okay, കാരണം എന്താ? കാരണം ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി Vx ആണ്. സോ ഡെൽറ്റ ടി കൊണ്ട് Vx ഡെൽറ്റ ടി ഡിസ്റ്റൻസ് എല്ലാവരും ട്രാവൽ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതായത് ഇപ്പൊ ലെങ്ത് വൈസ് എന്ത് കിട്ടി? Vx into ഡെൽറ്റ ടി. ഇനി ഏരിയ എ, സോ വോളിയം എന്തായിരിക്കും? വോളിയം വിൽ ബി ഏരിയ into Vx ഡെൽറ്റ ടി. കറക്റ്റ് അല്ലേ? യെസ്. That is, all molecules within the volume AVx delta t, this is the volume AVx delta t, only can hit the wall in time delta t. But on the average, half of these are moving towards the wall and other half away from the wall. Correctly, thus the number of molecules with velocity Vx by Vz hitting the wall in time delta t will be half AVx delta t into n, where n is the number of molecules per unit. ഒരു ഹാഫ് എന്താ എടുത്തത്? ബൈ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഹാഫ് അല്ലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിരിക്കും, ഹാഫ് സെയിം ഡയറക്ഷനിലേക്ക് പോയിരിക്കും. സോ ദിസ് വിൽ ബി ദ ലാസ്റ്റ്. സി എത്ര മോളിക്യൂൾസ് ഹിറ്റ് ചെയ്യും? ഹാഫ് ഇൻറ്റു ഏരിയ ഇൻറ്റു Vx ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി is time, correct? Small time interval into n. N is the number of molecules per unit volume. Okay, clear അല്ലേ? Yes. N is the number of molecules per unit volume. So the total momentum transferred to the wall by these molecules in time delta t. ഒരു പാർട്ടിക്കിള്
ട്രാൻസ്ഫർ ചെയ്ത മൊമെന്റ് എന്തായിരുന്നു? ഒരു പാർട്ടിക്കിളെ ട്രാൻസ്ഫർ ചെയ്ത മൊമെന്റം 2mvx. നമ്മുടെ കയ്യിൽ ഇത്രയും പാർട്ടിക്കിൾ ഉണ്ട്. സോ ടോട്ടൽ എത്ര മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യും? 2mvx into half avx delta tn. Correct അല്ലേ? Yes. Thus force on the wall is the rate of momentum. You know that. Everybody know that F is delta p by delta t. So ഇതാണ് എന്ത്? ടോട്ടൽ മൊമെന്റം. സോ ഇതിനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. കറക്റ്റ് അല്ലേ? പ്രഷർ എന്താണ്? പ്രഷർ ഈസ് ഫോഴ്സ് ബൈ ഏരിയ. സോ പ്രഷർ ഐ ക്യാൻ റൈറ്റ് ഡെൽറ്റ പി ബൈ എ ഡെൽറ്റ ടി. സോ പ്രഷർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈക്വേഷന് എ ബൈ എ ഇൻ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2mvx into half into area vx delta t into n divided by area into delta t. ഏതൊക്കെ ടേംസ് നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും? ഏരിയ കട്ട് ചെയ്തു, ഡെൽറ്റ ടി കട്ട് ചെയ്തു, ഹാഫ് കൂടെ കട്ട് ചെയ്യാം. നമുക്ക് കിട്ടുന്ന എന്താണെന്ന് അറിയാവോ? പ്രഷർ പി is equal to mvx സ്ക്വയർ into n. mvx സ്ക്വയർ into n. കറക്റ്റ് അല്ലേ? ഓർ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് nmvx സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് ദ പ്രഷർ. സോ പ്രഷർ കിട്ടിയല്ലോ, nmvx സ്ക്വയർ. നമ്മളെ പേർപ്പസ് എന്തായിരുന്നു? പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ് കാണലാണ്. സോ nmvx സ്ക്വയർ. ആക്ച്വലി all molecules in a gas do not have the same velocity. Correct അല്ലേ? There is a distribution in velocities. The above equation therefore stands for pressure due to the group of molecule with speed vx in the x direction, and n stands for the number density of that group of molecule. The total pressure is obtained by summing over the contribution due to all groups. Okay. യെസ്. സോ ഇത്രയും വെലോസിറ്റി കാണത്തില്ലേ? സോ അതിന് മൂന്നിനും സം ചെയ്തിട്ട് 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓക്കെ, and where v is the speed and v dash square is denoted the mean of the squared speed. So the final equation for pressure is 1/3 nm. And ഇതെന്താണ് ആക്ച്വലി? v dash square is actually 3 times vx square plus vy square plus vz square. Correct അല്ലേ? അല്ലല്ല? യെസ്. ഓക്കെ. So we got the equation for pressure. P is equal to 1/3 nm v dash square. Next is kinetic interpretation of ടെമ്പറേച്ചർ. കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. സോ ഇതായിരുന്നു നമ്മുടെ എന്ത് ഇക്വേഷൻ? പ്രഷറിന്റെ ഓക്കെ. പിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പ്രഷർ പിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? പിയുടെ ഇക്വേഷൻ we know that P is equal to 1/3 nm v dash square. ഓക്കെ. ഇനി ഞാൻ പി വി ഞാൻ രണ്ട് സൈഡും വോളിയം കൊണ്ട് ഗുണിക്കുകയാണ്. സോ 1/3 nvm v dash square. Okay. And where capital N is number of molecules per unit volume into total volume is the number of molecules in the sample. Okay. ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യട്ടെ. PV is equal to ഇവിടെ ഈ ടേമിലെ n into v, that is actually capital N. So I can write ഞാൻ ഇങ്ങനെ എഴുതാണ് 2/3 capital N into 1/2 m v dash square. ഒരു പുതിയൊരു ടേം കിട്ടും 1/2 m v dash square. Okay, the quantity in the bracket is average translational kinetic energy of the molecules in the gas. Since the internal energy E of an ideal gas is purely kinetic, we can write this will be the internal energy E. Internal energy E എന്താണ് കിട്ടി? Internal energy E is equal to N into 1/2 m v dash square.
or else I can write PV is equal to 2 by 3E. PV is equal to 2 by 3E. We are now ready for a kinetic interpretation of temperature. Combining equation 12.7 and ideal gas equation, we know that E is equal to, okay, so നമുക്കെന്ത് equation കിട്ടി? We got PV is equal to 2 by 3E, 2 by 3E, where E is internal energy, that E is equal to, E എന്തായിരുന്നു? half N and half M V dash square. കറക്റ്റ് അല്ലേ? ഈ ഇക്വേഷനൊക്കെ ഇങ്ങനെ മാറ്റിക്കൂടെ? PV that is എങ്ങനെ എഴുതാം? 3/2 PV is equal to E. 3/2 PV is equal to E. അങ്ങനെ എഴുതിക്കൂടെ? ഇനി PV ആക്ച്വലി എന്താണ്? PV നമുക്കറിയാം, PV ഈസ് ആക്ച്വലി എന്തായിരുന്നു? NkBT ആയിരുന്നില്ലേ? സോ എനിക്കിതിനെ മാറ്റി എഴുതിക്കൂടെ? 3/2 NkBT ഈസ് E. കറക്റ്റ് അല്ലേ? E is 3/2 kBNT, and we know that E by N is half mv square, which is equal to 3/2 kBT. That is, average kinetic energy of a molecule is proportional to the absolute temperature. Is proportional to the absolute temperature. Is proportional to the absolute temperature. Easy അല്ലേ? Yes. And see, അപ്പൊ എന്താണ് basically average kinetic energy of a molecule? Average kinetic energy of a molecule is proportional to only temperature, and it is independent of pressure, volume, or the nature of ideal gas. This is a fundamental result relating temperature, a microscopic measurable parameter of a gas. Okay. The two domains are connected by Boltzmann constant. And see, in equilibrium, average kinetic energy of the molecules of different gases will be equal 3/2 kBT. So that, which is, okay, the Dalton's law of partial person പഠിച്ചല്ലേ, chemistry പഠിച്ചതാണ്. And square root of p dash square is known as root mean square. നമുക്കാണ് VRMS കണ്ടാണ്, VRMS കണ്ടതാണ്. Okay, VRMS speed is of the order of the speed of sound in air. That at the same temperature, lighter molecules have greater RMS speed. So that is very important point. Same temperature, we can write at same temperature, lighter molecules have greater RMS speed. Lighter molecule have greater RMS speed. Okay, that is very important. So ഇത്രയും കുറെ കണ്ട NCERT exercises solutions അതിൽ given ആണ്. Okay, so next നമുക്ക് law of എന്തിലേക്ക് equipartition of energy കാണാനുണ്ട്. law of equipartition of energy. Okay, അതിനു മുമ്പ് നമുക്ക് ഇനി എന്ത് കാണാനറിയാവോ? mean free path കാണാം. mean free path is actually mean by mean free path. NCERT എവിടെയാണ് കൊടുത്തിരിക്കുന്നത് mean free pathന്റെ ഡെഫിനിഷൻ? ഇവിടെ എങ്ങാനുണ്ടായിരുന്നു? ലാസ്റ്റ് ആണോ mean free path കൊടുത്തിരിക്കുന്നു? Yeah, mean free path. So where is mean free path? So നമുക്ക് എന്ത് കാണാം അടുത്ത നെക്സ്റ്റ്? mean free path. Okay, നമ്മളെ കയ്യിൽ കുറെ ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ട്. സപ്പോസ് ഇതാണ് ഗ്യാസ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഞാൻ ഒരു പാർട്ടിക്കിളിനെ റെഫറൽ പാർട്ടിക്കിൾ എടുക്കാണ്. റെഫറൽ പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിള് മൂവ് ചെയ്യാണ്. നോക്കിക്കോ, ആദ്യം പോയിട്ട് എന്തിട്ടു? ഇതിനടിച്ചു. ഓക്കെ, എന്നിട്ട് നേരെ പോയി ഇതിനടിച്ചു, എന്നിട്ട് നേരെ പോയി ഇതിനടിച്ചു. ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്. സോ ആ ഒരു രണ്ട് കൊളീഷന്റെ ഇടക്ക് ഒരു കൊളീഷൻ ഇടക്ക് കണ്ട
അതായത് ഇവിടെ ഒരു കൊളീഷൻ സംഭവിച്ചു, ഇവിടെ ഒരു കൊളീഷൻ, ആ കൊളീഷൻ അടുക്ക് ഈ ഡിസ്റ്റൻസിലെ ആ ഒരു ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തു, ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട് മീൻ ഫ്രീ പാത്ത്. ദാറ്റ് ഈസ് മീൻ ഫ്രീ പാത്ത്. ഒരു രണ്ട് കൊളീഷന്റെ ഇടക്ക് സഞ്ചരിച്ച ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മീൻ ഫ്രീ പാത്ത്. സി ദ മീൻ ഫ്രീ പാത്ത് ഈസ് average distance covered by a molecule between two successive collision. Average distance covered by molecule between two successive collision. ഓക്കെ, നമുക്ക് മീൻ ഫ്രീ പാത്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആവറേജ് ഡിസ്റ്റൻസ് covered by average distance covered by a particle between two successive collision. This is what mean free path. Average distance covered by a particle between two successive collision. So അതിന്റെ മീൻ ഫ്രീ പാത്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുണ്ട്, ഡെറിവേഷൻ ഉണ്ട്, എൻസൈറ്റിൽ ഗിവൺ ആണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇക്വേഷൻ ഫോർ മീൻ ഫ്രീ പാത്ത് ഈസ്, വി ഹാവ് രണ്ട് ഇക്വേഷൻ ഉണ്ട് മീൻ ഫ്രീ പാത്തിന്. മീൻ ഫ്രീ പാത്ത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? മീൻ ഫ്രീ പാത്ത് ലെറ്റ്സ് ഡിനോട്ട് ലാംഡ. ഓക്കെ, ലാംഡ is mean free path. Then what is mean free path? Average distance covered by a particle between two successive collision. Our equation for mean free path is, നമ്മുടെ equation എന്താണ്? Lambda is equal to C and certainly L divided by root 2 pi n d square. Yeah, that is our equation. L divided by root 2 n pi d square. Okay. Where n is the number density and d is the number of molecule. 1 divided by root 2 pi n d square. So 1 ആണോ? So this is derivation ൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും എന്ത്? Yes. So our equation for mean free path is lambda is equal to 1 divided by root 2 pi n d square. Root 2 pi n d square. Root 2 pi n d square. Correct alle? Where d is diameter of the molecule, n is number of molecules per unit volume. So mean free path in equation എന്താണ്? See, mean free path is inversely proportional to number of molecules per unit volume and also inversely proportional to diameter of the gas particle. Okay. So we can write where n is number of molecules per unit volume. Number of molecules per unit volume. Number of molecules per unit volume. And d is diameter of the molecule. D is diameter of the molecule. D is diameter of the molecule. Correct അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് മീൻ ഫ്രീ പാത്തിനുള്ള ഇക്വേഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു, രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്, ലാംഡ ഈസ് ഈക്വൽ ടു RT divided by root 2 pi d square NAP. This is the second equation we have. RT divided by root 2 pi d square NAP. Lambda is equal to RT divided by root 2 pi d square NAP. Okay. See, so we can say mean free path is given by depends inversely on the number density, that is number of molecules per unit volume, and the size of molecule. Basically diameter of molecule എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി
size of molecule. In a highly evacuated tube, n is rather small and the mean free path can be as large as the length of the tube. Okay. So yeah, we are done with the നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം. We have estimated the mean free path for a water molecule in water vapor at 373 Kelvin. ജസ്റ്റ് ടെമ്പറേച്ചർ മാത്രമേ ഗിവൺ ഉള്ളൂ. നമുക്ക് എന്ത് കാണണം? മീൻ ഫ്രീ പാത്ത് കാണണം. യൂസ് ഇൻഫർമേഷൻ ഫ്രം എക്സസൈസ്. ഓക്കെ ചെയ്യുന്നില്ല, കാരണം പ്രീവിയസ് എക്സസൈസ് ആയിട്ട് റിലേറ്റഡ് ചോദ്യമാണ്. ഓക്കെ, സോ so let's see what is degree of freedom. Degree of freedom. Okay, degree of freedom. Yes, degree of freedom. Okay, let's discuss degree of freedom. Degree of freedom. സോ ആദ്യം നമുക്ക് ബേസിക്കലി ഒരു മോണോ അറ്റോമിക് ഗ്യാസ് എടുക്കാം. എന്തെടുക്കാം? ഒരു മോണോ അറ്റോമിക് ഗ്യാസ് എടുക്കാം. ദിസ് ഇസ് ദ മോണോ അറ്റോമിക് ഗ്യാസ്. ഈ മോണോ അറ്റോമിക് ഗ്യാസിന് 3 പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ ഈ മോണോ അറ്റോമിക് ഗ്യാസിന് വേണമെങ്കിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, അല്ലെ? ഇനി ഈ മോണോ അറ്റോമിക് ഗ്യാസിന് അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം, അല്ലെ? വേണമെങ്കിൽ ഈ മോണോ അറ്റോമിക് ഗ്യാസിന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോണോ അറ്റോമിക് ഗ്യാസിനെ പറ്റിയാണ്. മോണോ അറ്റോമിക് കറക്റ്റ്. ഇനി വേണമെങ്കിൽ ഇതിന് വൈ സെഡ് ആക്സിലും എന്ത് ചെയ്യാം? വേണമെങ്കിൽ മൂവ് ചെയ്യാം, അല്ലെ? കറക്റ്റ്ലി സെഡ് ആക്സിസ്. സോ ആക്ച്വലി 3 ഡയറക്ഷൻ, 3 പോസിബിലിറ്റീസ് ആണ് ഒരു മോണോ അറ്റോമിക് ഗ്യാസിനുള്ളത്, അല്ലെ? ഇതിന് റൊട്ടേഷൻ പോസിബിൾ ആണോ? അല്ല. മോണോ അറ്റോമിക്കിന് റൊട്ടേഷൻ പോസിബിൾ അല്ല. വൈബ്രേഷൻ പോസിബിൾ ആണോ? വൈബ്രേഷനും പോസിബിൾ അല്ല. സോ ആക്ച്വലി ഒരു മോണോഅറ്റോമിക് ഗ്യാസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ എഫ്. സോ ഫോർ മോണോഅറ്റോമിക് ഗ്യാസ് വി കാൻ സേ ഡിഗ്രി ഓഫ് ഫ്രീഡം. എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? ഒന്നെങ്കിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ സെഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. സോ ഫോർ മോണോഅറ്റോമിക് ഗ്യാസസ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 3. ദാറ്റ് ഈസ് ഫോർ മോണോഅറ്റോമിക് ഗ്യാസസ് എഫ് ഈസ് ഈക്വൽ ടു 3. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത് നമുക്ക് ആരെ കേസ് എടുക്കാം? ഡയറ്റോമിക്. ഡയറ്റോമിക്കിന് 2 സിനാരിയോ ഉണ്ട്. ഒന്ന് നോർമൽ ടെമ്പറേച്ചർ, ഒന്ന് ഹൈ ടെമ്പറേച്ചറും. സോ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ നോക്കുകയാണെങ്കിൽ ഫോർ ഡയറ്റോമിക് ഗ്യാസസ്, നോർമൽ ടെമ്പറേച്ചറിൽ നോക്കുകയാണെങ്കിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും? അതാണ് നോക്കുന്നത്. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും? സപ്പോസ് ഡയറ്റോമിക് ഞാൻ ഇതിനിങ്ങനെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, അല്ലേ? വേണമെങ്കിൽ എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തൂടെ? മൂവ് ചെയ്യാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നോക്കിക്കോ, വൈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം, അല്ലെ? ഇനി വേണമെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം? സെഡ് ഡയറക്ഷനിലേക്ക്. ട്രാൻസ്ലേഷനിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അല്ലെ? ഇനി ഡയറ്റോമിക് അതുകൊണ്ട് തന്നെ ഇതിൽ എന്തുകൂടി പോസിബിൾ ആണ്? റൊട്ടേഷനും കൂടി പോസിബിൾ ആണ്. റൊട്ടേഷന്റെ പോസിബിലിറ്റി നോക്കാം. നമുക്ക് റൊട്ടേഷന്റെ പോസിബിലിറ്റി നോക്കാം. ഓക്കെ, ഒന്നാമത്തെ സിനാരിയോ ഇതാണ് നമ്മുടെ ഡയറ്റോമിക് മോളിക്യൂൾ. സോ ഇതാണ് എക്സ് ഡയറക്ഷൻ. സോ കണ്ട, ഈ ആക്സ് റൊട്ടേറ്റ് ചെയ്തൂടെ, അല്ലേ? യെസ്. സോ റൊട്ടേഷണൽ മോഷൻ ഒരു ഫ്രീഡം കിട്ടി, ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടി. വേണമെങ്കിൽ നോക്കിക്കോ, വൈ ഡയറക്ഷൻ, ഇത് വൈ ആണെങ്കിൽ ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്തൂടെ, ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യാം. ബട്ട് സെഡ് ഡയറക്ഷൻ, അതായത് ഈ മോളിക്യൂളിന്റെ തന്നെ ആക്സിസ് ആണ് എന്ത്? സെഡ് ഡയറക്ഷൻ. അതിലൂടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ റൊട്ടേഷണൽ എത്ര ഡിഗ്രി ഉണ്ട്? 2, അല്ലേ? ട്രാൻസ്ലേഷണൽ 3. സോ ഫോർ എ ഡയറ്റോമിക് ഗ്യാസ് അറ്റ് നോർമൽ ടെമ്പറേച്ചർ we can say degree of freedom small f is equal to 3 plus 2, that is actually 5. ഓക്കെ, ഇനി നമ്മൾ ഡയറ്റോമിക്കിന് 2 കേസ് സിനാരിയോ ഉണ്ട്. രണ്ടാമത്തെ കേസ് സിനാരിയോ എന്താണ്? ഡയറ്റോമിക് ഗ്യാസസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഡയറ്റോമിക്
diatomic gas at high temperature. ഇവിടെ ജസ്റ്റ് സിമ്പിൾ ഇത്ര ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ആക്ച്വലി ഇതിന് 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും. ഈ നേരത്തെ 5 ആയിരുന്നല്ലേ, 5 ഉണ്ടായിരുന്നേ. ഈ 2 എവിടുന്ന് കിട്ടി? ഈ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം, ഈ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം എവിടുന്ന് വന്നു വെച്ചാൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം എവിടുന്നാ വന്നത്? കംസ് ഫ്രം വൈബ്രേഷൻ. Okay, so for diatomic gases at normal temperature, degree of freedom 5, 3 translational, 2 rotational. Diatomic gases at high temperature 7, 3 translational, 2 rotational, and 2 vibrational. Okay, good. Suppose in case we have a random question saying like polyatomic gases, so we have an equation, polyatomic gases. For polyatomic gases, നമ്മൾ എങ്ങനെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും? For polyatomic gases, we have an equation. Degree of freedom നമുക്ക് ഒരു equation ഉണ്ട്. F is equal to 3n minus k. F is equal to 3n minus k. Actually, what is ഓരോ കാര്യം നോക്കാം. ഇവിടെ F എന്താണ് ഇടാ? ഇവിടെ F എന്താണ്? Degrees of freedom. Polyatomic gas equation 3n minus k. N എന്താണ്? Number of particles in the system. Number of particles in the system. Correct അല്ലേ? K എന്താണ്? Independent relation. Among the particle. Independent relation among the particles. നോക്കിക്കോ. അപ്പൊ ഈ ഇക്വേഷൻ ഇതാണ് നമ്മളെ മെയിൻ ഇക്വേഷൻ. സി common equation we can say F is equal to 3n minus k. In equation, where n is number of particles in the system and k is independent relation among the particle. ഞാൻ ഈ ഇക്വേഷൻ ആദ്യം നമുക്ക് മോണോഅറ്റോമിക്കിന് കൊടുക്കാം, എന്നിട്ട് വാലിഡ് ആവാൻ നോക്കാം. മോണോഅറ്റോമിക്കിന് 3 ആണ് കിട്ടേണ്ടത് മോണോഅറ്റോമിക്കിന്, അല്ലേ? So this is equation F is equal to 3n minus k. So for monoatomic gas, n എന്താണ്? What is n? Number of particles in the system. Monoatomic ആകുമ്പോൾ 1, അല്ലേ? Independent relation among the particle. Monoatomic ആകുമ്പോൾ relation among the particle. So k will be 0. So F will be 3 into 1 minus 0. That is F is equal to 3. അല്ലേ? നമുക്ക് 3 അല്ലേ നേരത്തെ കിട്ടിയത്? So 3. ഡൈഅറ്റോമിക് ഗ്യാസിലേക്ക് പോവാണ്. ഡൈഅറ്റോമിക് ഗ്യാസിൽ നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം F is equal to 3n minus k. F is equal to 3n minus k. And see, ഇതാണ് നമ്മളെ ഡയറ്റോമിക് ഗ്യാസ് എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളെ ഡൈഅറ്റോമിക് ഗ്യാസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയറ്റോമിക് ഗ്യാസ്. എങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം എത്രയുണ്ട്? 2, അല്ലെ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം 2. ഇൻഡിപെൻഡന്റ് റിലേഷൻ അമംഗ് ദ പാർട്ടിക്കിൾ. റിലേഷൻ എത്ര ഉണ്ട് ഇവിടെ? 1, അല്ലെ? സോ കെ വിൽ ബി, അല്ലെ? ഒരു റിലേഷൻ അല്ല, സോ കെ വിൽ ബി 1. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം F will be 3 into 2 minus 1, that is 6 minus 1, that is degree of freedom for diatomic gas at normal temperature will be F is equal to 5. That is also done. Okay, ഇനി നമുക്കൊരു ട്രൈഅറ്റോമിക്കിലേക്ക് പോകാം. ട്രൈഅറ്റോമിക്കിലേക്ക് പോകാം. അവിടെ എങ്ങനെയുണ്ട് നോക്കാം. ഒരു ട്രൈഅറ്റോമിക്കിലേക്ക് പോവാണെങ്കിൽ സപ്പോസ് ഇതാണ് പിക്ചർ സി. ഇതാണ് നമ്മളെ ട്രൈഅറ്റോമിക് മോളിക്യൂൾ എങ്കിൽ സി. നമ്മളെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഇക്വേഷൻ F is equal to 3n minus k. കറക്റ്റ് അല്ലേ? ഇവിടെ n എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം. കറക്റ്റ് അല്ലേ? 3. എനിക്ക് റിലേഷൻ k. ഇവിടെ എത്ര റിലേഷൻ ഉണ്ട് നമുക്ക്? ഇവിടെ ഒരു റിലേഷൻ അല്ലേ? 2, 3 റിലേഷൻ അല്ലേ? സോ k is 3. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ ട്രൈഅറ്റോമിക് ഗ്യാസ് F is equal to 3 into 3 minus 3, 9 minus 3. That is degree of freedom is equal to 6 for triatomic gas. Correct. For triatomic gas, degree of freedom is 6.
Okay. So, okay, we have generally equation and F is equal to 3n minus k. F is equal to 3n minus k. Okay. എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി? അതെന്താണ് പറയുന്നത്? ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. 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 ബേസിക്കലി ഇതെന്താണ് പറയുന്നത്? ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. അതായത് ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഒരു മോളിക്യൂളിനെ ഫോർ വൺ മോളിക്യൂൾ along each degree of freedom, for one molecule along each degree of freedom will have this much energy, half kBT. So for F degree of freedom, എത്ര കൈനറ്റിക് എനർജി കാണും? F/2 kBT. F/2 kBT. F/2 kBT. സോ മോണോ അറ്റോമിക് ഗ്യാസിന് എത്ര കാണും? മോണോഅറ്റോമിക് ഗ്യാസ് അല്ലേ? ഇതാണ് ഇക്വേഷൻ. മോണോഅറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്? എഫ് എത്രയാണ് മോണോഅറ്റോമിക് ഗ്യാസിന്? 3. സോ 3 ആകുന്നുണ്ട്. എത്ര വരും? 3/2 kBT അല്ലേ? ഇനി ഡൈ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ എഫ് വിൽ ബി ഹൗ മച്ച്? 5. സോ എത്രയായിരിക്കും? 5/2 kBT. ട്രൈ അറ്റോമിക് ഗ്യാസ് ആണെങ്കിലോ എഫ് എത്ര വന്നത്? 6 അല്ലേ വന്നത്? സോ എഫ് ഈസ് 6. ഇറ്റ് വിൽ ബി 6/2 kBT. കറക്റ്റ് അല്ലേ? ലൈക്ക് 1.5 kBT or 2.5 kBT or 3 kBT. Okay. That is what law of equipartition of energy പറയുന്നത്. For one molecule along each degree of freedom will have this much energy, half kBT. Okay.